ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു പറഞ്ഞ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് സാർ എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആരാ നിങ്ങളാരാ? സാർ ഞാൻ പുഷ്പവതിയാണ്. അപ്പോൾ എനിക്കറിയില്ല പുഷ്പവതി ആരാണ്. തൊള്ള കാര്യം തുറന്ന് പറയാം, എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ബന്ധുവായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു സാർ ഇത് പുഷ്പവതി എന്ന് പറഞ്ഞു നാടൻ പാട്ട് പാടുന്ന ആളാണ്, ഒരു ഫോട്ടോ എടുത്തു. ഞാൻ ഒരു ഫോട്ടോ എടുത്തു, രണ്ടുപേരും ഫോട്ടോ എടുത്തു. ഇതാണ് എനിക്ക് പുഷ്പവതിയെക്കുറിച്ചൊരു പരിചയം. അല്ലാതെ ഇവരുടെ പാട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. 30 വർഷമായി ചലച്ചിത്ര മേഖലയിലുള്ള പുഷ്പവതി എനിക്കറിയില്ല. ആ പുഷ്പവതിയെ അറിയാത്തത് പുഷ്പവതിയുടെ കുഴപ്പമാണോ അറിയാത്തത് നമ്മളുടെ കുഴപ്പമാണോ എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങളങ്ങനെ ചിന്തിച്ചോളൂ. പക്ഷെ എനിക്കറിയില്ലായിരുന്നു, സത്യമാണ്. എൻ്റെ സത്യം പറയാതിരിക്കാൻ നോക്കില്ല. എനിക്ക് ഇപ്പോഴും അവരെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ നാട്ടിൽ സംഗീത നാടക അക്കാദമിയുടെയും സാഹിത്യ അക്കാദമിയുടെയൊക്കെ തലപ്പത്ത് ആര് വരുമെന്ന് ചോദിച്ചാൽ അതിനകത്ത് വളരെ രസകരമാണ് എനിക്ക് ചിന്തിക്കാൻ. കാരണം ഭരിക്കുന്ന കക്ഷി ഏതാണോ ആ കക്ഷിയിലാണ് വരും. അല്ലെ ഭരിക്കുന്ന കക്ഷി കക്ഷി ഭരണമാണെങ്കിൽ ഓരോരുത്തർ വീതിച്ചു കൊടുക്കും. പ്രസിഡന്റ് ഒരാൾക്ക്, സെക്രട്ടറി വേറൊരാൾക്ക്, വൈസ് പ്രസിഡന്റ് വേറൊരാൾക്ക്. അങ്ങനെ നമ്മുടെ നാട്ടിൽ കിടക്കുന്നതല്ലേ. ഇതൊന്നും വ്യാജ ആരോപണമല്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊന്നും ഒരു സംഗീത നാടക അക്കാദമിയുടെ വൈസ് പ്രസിഡന്റായി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവർ സംഗീത വീഴ്ചയോ അല്ലെങ്കിൽ സംഗീത പാരംഗതയോ എന്നാണെന്ന് ഞാൻ പറയില്ല.